പ്രണയമഴ ഭാഗം 15. സാവിത്രിയുമായിട്ട് ഏട്ടന് പരിചയമുണ്ടായിരുന്നോ? എനിക്ക് അത്ര അടുപ്പമില്ല, പക്ഷെ അറിയാം. കാശിയുടെ മുത്തച്ഛന്റെ തറവാടിന്റെ അടുത്തായിരുന്നു അവരുടെ വീട്. അവളുടെ അച്ഛൻ കാശിയുടെ അച്ഛന്റെ ഫിനാൻസിലായിരുന്നു ജോലി ചെയ്തത്. പിന്നെ ഒരു ദിവസം പണം തിരിമറി ചെയ്തു എന്ന കേസ് വന്നു. ആളുകളൊക്കെ പണം നഷ്ടപ്പെട്ടതോടെ നാട്ടിൽ വലിയ പ്രശ്നമായി. അതിന് കാരണം അവളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് പോലീസ് അവരുടെ വീട്ടിലെത്തി. അവളുടെ അച്ഛനെ കൊണ്ടുപോയി. ജാമ്യത്തിലിറങ്ങിയ ആ രാത്രി തന്നെയാണ് അവരുടെ കുടുംബം മുഴുവൻ മരിച്ചത്. ബദ്രിയുടെ മുഖം സങ്കടം കൊണ്ട് താഴ്ന്നു. അവരെല്ലാവരും വിഷം കഴിച്ചാണ് മരിച്ചത്. അങ്ങനെയാണ് പറഞ്ഞത്. ഭക്ഷണത്തില് വിഷം കലർത്തിയതാണെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. ഏട്ടനത് വിശ്വസിക്കുന്നുണ്ടോ? സത്യം പറയട്ടെ, എനിക്ക് ഇന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, അവൻ പറഞ്ഞു. ഭദ്ര ആകാംക്ഷയോടെ അവനെ നോക്കി. എന്തുകൊണ്ട്? അത് കഴിഞ്ഞൊരിക്കല് ഞാൻ കാശിയുടെ തറവാട്ടിൽ പോയിരുന്നു. അവളുടെ മരണവാർത്ത അറിഞ്ഞ് അവൻ അവിടെ തന്നെയായിരുന്നു, അവന്റെ തറവാട്ടില്. ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാനായിട്ട് പോയതാണ്. അമ്മ പറഞ്ഞു വിട്ട്. അവിടെ നിന്നാ ഇനിയും അവൻ വേദനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അവിടെ അവരുടെ അയൽവാസിയായ ഒരു ചേച്ചിയെ കണ്ടു. അവർ പറഞ്ഞൊരു കാര്യം ഇന്നും എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല. എന്താ പറഞ്ഞത്? ആകാംക്ഷയോടെ ഭദ്ര ചോദിച്ചു. രൂപേഷ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ആ പെണ്ണ് പോയത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം വഴി തെറ്റിപ്പോകുമായിരുന്നു എന്ന്. ഭദ്ര ഞെട്ടി. എന്താ എന്താ ഏട്ടാ അവർ പറഞ്ഞതിന്റെ അർത്ഥം? അതെനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ആ സമയത്ത് ഞാൻ കരുതിയത് സാവിത്രിയുടെ വീട്ടുകാരോടുള്ള ദേഷ്യമാണ് ആ സ്ത്രീക്ക് എന്നാണ്. രൂപേഷ് ഒരു ദീർഘനിശ്വാസം വിട്ടു. പക്ഷെ പിന്നെ പല കാര്യങ്ങളും കേട്ടു. സാവിത്രിയുടെ അമ്മയും സഹോദരനുമൊക്കെ കാശിനാഥനെ തന്റെ മകൾ സ്നേഹിച്ചത് കൊണ്ട് ഉണ്ടാക്കിയ കള്ളക്കേസാണ് ഇതെന്നും പറഞ്ഞ് അവരൊരുപാട് ബഹളം ഉണ്ടാക്കി എന്നാണ് ഞാൻ അറിഞ്ഞത്. ആണോ ഏട്ടാ? അങ്ങനെയാണോ? അവൾ ചോദിച്ചു. ആകാം, അല്ലാതെയും ആകാം. കാരണം ഇതിനിടയിൽ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭദ്ര ശാന്തമായി കേട്ടിരുന്നു. കാശി ഇന്നും അന്വേഷിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. അത് ആത്മഹത്യയായിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ഇല്ലാതാക്കിയതാണോ എന്ന്. രൂപേഷ് വീണ്ടും പറഞ്ഞു. ഭദ്രയുടെ കണ്ണുകൾ വലുതായി. അപ്പോൾ കാശി സാർ ഇന്നും അതിന്റെ പിന്നാലെയുണ്ടോ? അതിന് രൂപേഷ് ചെറിയൊരു വേദനയോട് ചിരിച്ചു. അവൻ ആ പെൺകുട്ടിയെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്തത് മോളെ, അവന്റെ ലോകം തന്നെയായിരുന്നു അവൾ. രൂപേഷ് പറഞ്ഞു. ശരിക്കും പറഞ്ഞാ നിന്നെ ഹോസ്പിറ്റലിൽ ജോലിക്ക് എടുക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടായിരുന്നു. രൂപേഷ് പറഞ്ഞതും ഭദ്ര അത്ഭുതത്തോടെ അവനെ നോക്കി. അതെന്താ? കാരണം നിന്റെ ഫോട്ടോ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. നിന്നെ നേരിട്ടും കണ്ടിട്ടില്ല. നീ ജോയിൻ ചെയ്ത ശേഷം വീട്ടിൽ വന്നപ്പോ അമ്മയുമായി വീഡിയോ കോൾ ചെയ്തില്ലേ? അപ്പോഴാണ് ഞാൻ ആദ്യമായി നിന്റെ മുഖം കാണുന്നത്. അവൻ ജനാലയുടെ അടുത്ത് നിന്ന് വന്ന് സോഫയിലേക്ക് അല്പം പിന്നിലേക്ക് ചാഞ്ഞിരുന്നു. ഫോണിൽ നിന്നെ കണ്ട നിമിഷം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പിന്നെ അമ്മയോട് ചോദിച്ചു. അമ്മയും ആദ്യം അങ്ങനെ തന്നെ നിന്നത്രേ നിന്നെ കണ്ടപ്പോ. രൂപേഷ് പറഞ്ഞതും ഭദ്ര അന്ന് ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നപ്പോൾ വാതിൽ തുറന്ന ടീച്ചറമ്മ തന്നെ നോക്കിയതും പിന്നെ അകത്തേക്ക് കയറി താൻ സോഫയിലിരുന്നപ്പോൾ തന്നെ നോക്കിയിരുന്നതും അവൾ ഓർത്തു. പക്ഷെ അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അമ്മ പറഞ്ഞത് എന്താണെന്നോ? ആ പെൺകുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു. ഭദ്രയുടെ കണ്ണുകളിൽ ആകാംക്ഷ നിറഞ്ഞു. അമ്മയ്ക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷെ പിന്നീട് സാവിത്രിയുടെ മുഖം ഓർമ്മ വന്നപ്പോ അമ്മയ്ക്കും ഞെട്ടലായി. രൂപേഷ് ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ ആലോചിച്ചു, കാശി നിന്നെ ആദ്യമായി കണ്ടപ്പോ എന്തായിരിക്കും അവന്റെ അവസ്ഥയെന്ന്. ആ വാക്കുകൾ കേട്ട നിമിഷം ഭദ്രയുടെ മനസ്സിലേക്ക് പല കാഴ്ചകളും ഓടിയെത്തി. ഹോസ്പിറ്റൽ ICUവിൽ ആദ്യമായി കണ്ട ദിവസം, അവൻ തന്നെ നോക്കി നിശബ്ദനായി നിന്ന നിമിഷങ്ങൾ. പക്ഷേ നീ ജോയിൻ ചെയ്തു വന്നപ്പോ അവൻ വലിയ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അമ്മ വിചാരിച്ചത് തനിക്ക് തോന്നിയതാകും എന്നായിരുന്നു. പക്ഷേ ഞാൻ കൂടി അതേ കാര്യം പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഉറപ്പായി കാശിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന്. അവൻ ഒരു നിമിഷം നിർത്തി ഭദ്രയെ നോക്കി. പക്ഷെ ആ മാറ്റം ഇങ്ങനെ ദേഷ്യമായി പുറത്തേക്ക് വരുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഭദ്രയുടെ മുഖം ചെറുതായി മങ്ങി. നിങ്ങളുടെ ഫ്രണ്ടില്ലേ ഷാരോൺ ഡോക്ടർ, അവർക്കും തോന്നിയിരുന്നോ? അതോ അവർ സാവിത്രിയെ കണ്ടിട്ടില്ലേ? അവൾ ചോദിച്ചു. അവൾ സാവിത്രിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലെന്ന്. അറിയില്ല, ഒരു പക്ഷേ ഞങ്ങളുടെ തോന്നലാകാം. രൂപേഷ് ഒരു ദീർഘനിശ്വാസം വിട്ടു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഭദ്ര, സാവിത്രി കാശിയുടെ ജീവനായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും അവൻ ഇങ്ങനെ ജീവിക്കുന്നതല്ല, സ്വയം ശിക്ഷിക്കുന്നത്. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. അവനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ
രൂപേഷ് പാതി വഴിയിൽ നിർത്തി. നമുക്കൊരു നല്ല ഡോക്ടറെയും അതിലും നല്ലൊരു മനുഷ്യനെയും നഷ്ടപ്പെടും. ആ വാക്കുകൾ ഭദ്രയുടെ ഹൃദയത്തിൽ വേദനയായി പതിഞ്ഞു. രൂപേഷ് പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ഭദ്രേ? അപ്രതീക്ഷിതമായ ആ ചോദ്യം കേട്ട് അവളൊന്ന് പതറി. ഞാനോ? എങ്ങനെ? അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. രൂപേഷിന്റെ ശബ്ദത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. എനിക്ക് എന്റെ പഴയ കാശിയെ തിരിച്ചു വേണം. ഭദ്ര കുറച്ചുനേരം മിണ്ടാതെയിരുന്നു. മുകളിലെ മുറിയിൽ മദ്യലഹരിയിൽ ഉറങ്ങുന്ന കാശിയുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. എത്രമാത്രം സാവിത്രിയെ സ്നേഹിച്ചിട്ടാകും ആ മനുഷ്യൻ ഇങ്ങനെ തകർന്നത്, വേദനിക്കുന്നത്. സ്നേഹിക്കുന്നത് നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന തനിക്കും അറിയാവുന്നതാണ്. അത് പക്ഷേ മരണത്തിലൂടെ അല്ല എന്ന് മാത്രം. തന്റെ ജീവിതത്തിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. തന്റെ ജീവിതം കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരമുണ്ടായാൽ, സഹായമായാൽ അത് വലിയ കാര്യമല്ലേ? തന്നെ കാത്തിരിക്കാനോ സ്നേഹിക്കാനോ ആരുമില്ല ഇപ്പോൾ ഇവരല്ലാതെ. അവൾ ആലോചിച്ചുകൊണ്ട് പതുക്കെ തല ഉയർത്തി. ഞാൻ ശ്രമിക്കുക ഏട്ടാ. രൂപേഷിന്റെ മുഖത്ത് ചെറിയൊരു ആശ്വാസം തെളിഞ്ഞു. പക്ഷേ ഭദ്രയുടെ ശബ്ദം ഗൗരവമായി. ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് സാവിത്രിയുടെയും കുടുംബത്തിന്റെയും മരണത്തിന്റെ സത്യമാണ്. രൂപേഷ് ശ്രദ്ധയോടെ അവളെ നോക്കി. അതെന്താണെന്ന് കണ്ടെത്തിയാൽ കാശി സാറിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടും. ആ മരണത്തില് സാറിന്റെ കുടുംബത്തിന് പങ്കുണ്ടെന്നും സാറ് കാരണമാണ് ഒരു കുടുംബം മുഴുവനും ഇല്ലാതായത് എന്നുള്ള വേദനയും കുറ്റബോധവും ആകാം ഒരുപക്ഷെ സാറിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. അപ്പോൾ സാറിന്റെ കുടുംബത്തിന് പങ്കില്ലെന്ന് തെളിഞ്ഞാൽ സാറ് പകുതി മാറും. രൂപേഷ് ആലോചനയോടെ തല കുലുക്കി. ഭദ്ര തുടർന്നു. ഇപ്പോൾ സാറിന് നഷ്ടമായത് പ്രണയിച്ച കുട്ടിയെ മാത്രമല്ല, സാറിന്റെ കുടുംബത്തെ കൂടിയാണ്. അതുകൊണ്ട് ആദ്യം ഓരോ കാര്യങ്ങളായി ഓരോന്നായി തീർക്കണം, അവൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് രൂപേഷിന്റെ കണ്ണുകൾ വിടർന്നു. ആദ്യം സാറിന്റെ കുടുംബം നിരപരാധികളാണോ എന്ന് കണ്ടെത്തണം. അത് മനസ്സിലായാൽ കാശി സാറിന്റെ മനസ്സിലെ പകുതി വേദന മാറും. രൂപേഷ് കുറച്ചുനേരം അവളെ നോക്കി നിന്നു. പിന്നെ പെട്ടെന്ന് ചിരിച്ചു. നീ കൊള്ളാലോ തീപ്പെട്ടിക്കൊള്ളി. ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ നിനക്ക്? എന്റെ അമ്മയുടെ കൂടെ കൂടി ബുദ്ധി വെച്ചതായിരിക്കും അല്ലേ ടീച്ചറമ്മയുടെ കുട്ടിക്ക്? അവൻ കണ്ണിറുക്കി. അത് കേട്ടതും അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത് ആ മരണത്തിന് പിന്നിലെ സത്യമാണല്ലേ? അതെ ഏട്ടാ. അതിന് രൂപേഷ് ഒന്ന് ആലോചിച്ചു. നമുക്ക് ഒരാളുടെ സഹായം വേണം. രൂപേഷ് പറഞ്ഞതും ആരുടെ? ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. കാശിയുടെ സഹോദരൻ ദേവനാഥിന്റെ. ഭദ്രയുടെ കണ്ണുകൾ വലുതായി. ഓ, ആ സാറ്. അദ്ദേഹം എന്തു ചെയ്യുന്നു? ഇതുവരെ കണ്ടിട്ടില്ല. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭദ്ര പറഞ്ഞു. ഇവർക്കൊക്കെ വലിയ ബിസിനസ്സുകളുണ്ട്. നീ കാണുന്നത് പോലെ സാധാരണ കുടുംബം അല്ല. രൂപേഷ് എഴുന്നേറ്റു. ആദ്യം ഞാൻ ദേവനുമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി തീരുമാനിക്കാം. ശരി. ഭദ്ര പതുക്കെ തല കുലുക്കി. എന്നാ നമുക്ക് പോയി കിടന്നാലോ? സമയം ഒരുപാടായി. എന്റെ ഉറക്കം ഇന്നെന്തായാലും വെള്ളത്തിലാണ്. അവൻ ചിരിച്ചു. എന്തായാലും നാളെ രാവിലെ ജീവനോടെ ഉണ്ടെങ്കിൽ എന്നെ കാണാം. അവൻ പറഞ്ഞത് കേട്ട് ഭദ്ര ചിരി ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ലെങ്കിൽ ആ ബെഡിൽ നിന്നും എന്നെ താഴേക്ക് കൊണ്ടുപോകേണ്ടി വരും. എന്റെ എല്ലെല്ലാം അവൻ ഓടിച്ചിട്ടുണ്ടാകും. രൂപേഷ് പറഞ്ഞതും ഭദ്ര ചിരിച്ചുപോയി. മോൾക്ക് പറ്റുമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്ന് എന്റെ മുറിയിലൊന്ന് നോക്കിയേക്കണേ. അതും പറഞ്ഞ് രൂപേഷ് മുകളിലേക്ക് നടന്നു. അവൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ഭദ്രയുടെ മനസ്സിൽ ഒരു വിചിത്രമായ ഭാരം നിറഞ്ഞിരുന്നു. കാശി, ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് രഹസ്യമാണ് മറിഞ്ഞിരിക്കുന്നത്? അവൾ പതുക്കെ എഴുന്നേറ്റു. വാതിലുകളെല്ലാം അടച്ചു. കിച്ചണിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തു. പിന്നെ മുകളിലേക്ക് നടന്നു. പടികൾ കയറുമ്പോൾ അവളുടെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രമായിരുന്നു. സാവിത്രിയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കും? അത് കണ്ടെത്തിയാൽ കാശിനാഥൻ എന്ന മനുഷ്യനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമായിരിക്കും. അവൾ ഓരോന്നും ഓർത്തുകൊണ്ട് പതുക്കെ മുകളിലെ തന്റെ റൂമിലേക്ക് നടന്നു. പടികൾ കയറുമ്പോഴും മനസ്സിൽ മുഴുവനും വന്നുകൊണ്ടിരുന്നത് ഒരേ ഒരു മുഖം മാത്രമായിരുന്നു, കാശിനാഥൻ. റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ അവൾ ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് അറിയാതെ രൂപേഷിന്റെ റൂമിലേക്ക് ഒന്ന് നോക്കി. ഡോറ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ആ റൂമിനകത്ത് കാശി ഉണ്ടെന്നൊരു ഓർമ്മ മാത്രം അവളുടെ മനസ്സിലെ എന്തോ ഒരു വിങ്ങൽ നിറച്ചു. അവൾ പതുക്കെ ഡോർ അടച്ചു. ശേഷം ജനാലക്കരികിലേക്ക് നടന്നു. മഴ നനച്ച കാറ്റ് അല്പം തണുപ്പോടെ അകത്തേക്ക് വീശി. ഭദ്ര ജനാലയിൽ ചാരി നിന്നു. ഇത്രയും വേദന മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടാണോ ആ മനുഷ്യൻ ഇത്രയും നാളായി ജീവിക്കുന്നത്? ആ ചിന്ത അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. എപ്പോഴും ദേഷ്യത്തോടെ സംസാരിക്കുന്ന, ഗൗരവത്തോടെ മാത്രം നിൽക്കുന്ന, സ്റ്റാഫുകളെല്ലാം പേടിയോടെ മാത്രം എല്ലാവരും നോക്കുന്ന ആ മനുഷ്യന്റെ ഉള്ളില് ഇത്രയും മുറിവുണ്ടെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല.
അവൾ കണ്ണുകൾ അടച്ചു. സാവിത്രി. ആ പേര് വീണ്ടും മനസ്സിൽ മുഴങ്ങി. ശരിക്കും ഞാൻ അവളെപ്പോലെയാണോ? അവൾക്ക് ആ മുഖം കാണണമെന്ന് ആഗ്രഹം കൂടി വന്നു. എങ്ങനെ കണ്ടെത്തും? എങ്ങനെ കാശി സാറിനെ സഹായിക്കും? അവരുടെ മരണത്തിന് പിന്നിലെ സത്യം എങ്ങനെ അറിയും? ചോദ്യങ്ങൾ മാത്രം, ഉത്തരമൊന്നുമില്ല. കുറെ നേരം അവൾ അങ്ങനെ തന്നെ നിന്നു. ശേഷം പതുക്കെ ബെഡിലേക്ക് വന്ന് കിടന്നു. എന്നാലും ഉറക്കം ഉടനെ വന്നില്ല. കാശിയുടെ മങ്ങിയ കണ്ണുകളും അവന്റെ വേദന നിറഞ്ഞ മുഖവും രൂപേഷ് പറഞ്ഞ ഓരോ വാക്കുകളും എല്ലാം അവളുടെ മനസ്സിൽ കറങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ ഭദ്ര കണ്ണു തുറക്കുമ്പോൾ ജനാലയിലൂടെ വെളിച്ചം അകത്തേക്ക് വീണിരുന്നു. അവൾ കിടക്കയിൽ തന്നെ ഇരുന്ന് ചെറിയൊരു പ്രാർത്ഥന നടത്തി. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൾ ഞെട്ടി എഴുന്നേറ്റു. കാശി സാറ്, രൂപേഷ് ഏട്ടൻ, അവൾ സ്വയം പറഞ്ഞു. വേഗം വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി പുറത്തേക്കിറങ്ങി. റൂം തുറന്ന് പുറത്തേക്ക് വന്നതും അവളുടെ കണ്ണുകൾ നേരെ രൂപേഷിന്റെ റൂമിലേക്ക് പോയി. ഡോർ ഇപ്പോഴും അടഞ്ഞു കിടക്കുകയായിരുന്നു. അവൾ പതുക്കെ അവിടേക്ക് നടന്നു. ഒരു നിമിഷം മടിച്ചു നിന്ന ശേഷം പതിയെ ഡോറ് തള്ളി. ഡോറ് തുറന്നു. അവൾ അല്പം തല അകത്തേക്ക് നീട്ടി നോക്കി. അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ വലുതായി. ബെഡിൽ കിടക്കുകയായിരുന്നു രൂപേഷും കാശിയും. പക്ഷേ കിടക്കുന്ന രീതിയാണ് അവളെ ഞെട്ടിച്ചത്. കാശിയുടെ ദേഹത്ത് മുഴുവൻ കൈയും കാലും ഇട്ട് കെട്ടിപ്പിടിച്ച പോലെ കിടക്കുകയാണ് രൂപേഷ്. മുഖം മുഴുവനും ബെഡിൽ കുഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് കണ്ടതും ആദ്യം ഭദ്ര ഒന്ന് ഞെട്ടി. പിന്നെ അറിയാതെ അവളെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ഈ രൂപേഷേട്ടൻ. അവൾ ചിരി അടയ്ക്കാൻ വായ പൊത്തിപ്പിടിച്ചു. ചിരി പുറത്തു കേൾക്കുമോ എന്ന് പേടിച്ച് പെട്ടെന്ന് ഡോറ് പഴയതുപോലെ അടച്ച് ശേഷം അവൾ വേഗം താഴേക്കിറങ്ങി. ടീച്ചറമ്മ അപ്പോഴും എഴുന്നേറ്റിട്ടില്ല. ഭദ്ര നേരെ കിച്ചണിലേക്ക് കയറി കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ പൂജാമുറിയിൽ നിന്ന് മണിയടിക്കുന്ന ശബ്ദം കേട്ടു. അത് കേട്ട് അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. 2 കപ്പ് കാപ്പിയുമായി ഹാളിലേക്ക് വന്നപ്പോഴേക്കും ടീച്ചറമ്മ പൂജ കഴിഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്നു. മോളെ എഴുന്നേറ്റോ? അവർ സ്നേഹത്തോടെ ചോദിച്ചു. ഭദ്ര ചിരിച്ചു. മോളെ രൂപേഷും കാശിയും? ടീച്ചർ പരിഭ്രമത്തോടെ ചോദിച്ചു. 2 പേരും റൂമിലുണ്ട്, അവൾ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇന്നലെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയില്ലല്ലോ അവൻ? ടീച്ചറമ്മ അല്പം ആശങ്കയോട് ചോദിച്ചു. ഇല്ല ടീച്ചറമ്മേ, ഒരു കുഴപ്പമില്ല, ഭദ്ര പറഞ്ഞു. അവൾക്ക് വീണ്ടും ആ കാഴ്ച ഓർമ്മ വന്നു. രൂപേഷ് കാശിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഓർത്തതും അവൾക്ക് വീണ്ടും ചിരി വന്നു. ഭദ്ര പെട്ടെന്ന് മുഖം തിരിച്ചു. മോളിന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? ടീച്ചറമ്മ ചോദിച്ചു. പോകുന്നുണ്ട്. കാശി ഇന്ന് വരുമോ എന്നറിയില്ല. എന്തായാലും കുറച്ചു കഴിഞ്ഞ് ഞാൻ പോയി വിളിക്കാം, അവർ പറഞ്ഞു. ശേഷം 2 പേരും മുറ്റത്തേക്ക് ഇറങ്ങി. പ്രഭാതത്തിലെ നനവോടെ ചെടികളെല്ലാം തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഭദ്ര ഓരോ ചെടിയും നോക്കി നിന്നു. ഇന്ന് രാവിലെ മഴ പെയ്തിട്ടില്ലാന്ന് തോന്നുന്നു, അല്ലേ മോളെ? ടീച്ചറമ്മ ചോദിച്ചു. ഇല്ല, ഇന്നലെ രാത്രി പെയ്തിരുന്നു, രാവിലെ ഇല്ല, ഭദ്ര പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ വീണ്ടും ആരോ അലറുന്നത് പോലെ. ടീച്ചറമ്മയുടെ മുഖം പെട്ടെന്ന് മാറി. അത് രൂപേഷിന്റെ ശബ്ദമല്ലേ? അവർ ഭയന്ന് പറഞ്ഞു. അടുത്ത നിമിഷം അവർ വേഗം അകത്തേക്ക് ഓടി. ഭദ്രയും പേടിയോടെ പിന്നാലെ പാഞ്ഞു. 2 പേരും വേഗം പടികൾ കയറി. റൂമിന്റെ ഡോറിനരികിലെത്തിയപ്പോൾ അകത്തുനിന്ന് വീണ്ടും രൂപേഷിന്റെ അലറൽ കേട്ടു. ടീച്ചറമ്മ ഭയന്ന് ഡോറ് തുറന്നു. അകത്തെ കാഴ്ച കണ്ട നിമിഷം ടീച്ചറമ്മയും ഭദ്രയും ഒരുപോലെ ഞെട്ടി നിന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഞാൻ ഇവിടെ നിർത്താണേ. അതൊരു സസ്പെൻസിൽ കൂടെ നിർത്തിയതാ. ഭദ്രയും ടീച്ചറമ്മയും എങ്ങനെ ഞെട്ടിയതെന്ന് അറിയണ്ടേ? നാളെ വരെ കാത്തിരിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ലവ് യു ഓൾ. ബൈ.